ശ്രീരാമശരണം സമത്ത് ജഗതാം നാമം വിനാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാല ഭീമൗജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം നാരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി ഗോകുലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദ്യശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീരാമൻ താതാജ്ഞ അനുസരിച്ച് വനവാസത്തിന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തിഷ്ട തിഷ്ട, നിൽക്കൂ നിൽക്കൂ എന്ന് ദശരഥനും ഗച്ഛ 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 എന്ന് രാമനും തേരാളിയോട് സുമന്ത്രനോട് പറഞ്ഞു. തേര് നീങ്ങി. ലക്ഷ്മണൻ വില്ലും അമ്പൊക്കെ ധരിച്ച് കൂടെ തന്നെ നിന്നു. കുറേ പൗരന്മാർ രാമൻ്റെ കൂടെ ചെന്നു. പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോ ദ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു. കുറച്ചിങ്ങോട്ട് തെക്ക് ഭാഗത്തേക്കായിട്ടാണ് ഗംഗയുടെ അടുത്തേക്ക് കൊണ്ട്. അതിൻ്റെ വടക്കാണ് അയോധ്യ എന്നാണ്. ചുറ്റും കിടക്കുന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപൊക്കുമേവിനാർ. ദുഃഖത്തോടു കൂടിയിട്ട് രാമനില്ലാത്ത അയോധ്യ സഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കുറേ പേര് അവിടുന്ന് പോയി. തുടർന്ന് രാമലക്ഷ്മണ സീതാലക്ഷ്മണ കൂടിയിട്ട് ശിങ്കിവേരപുരത്തെത്തി ഗുഹനെ കണ്ടു എന്ന് പറയാണ്. ഗംഗാ തടംബുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു. സഹാനുജം ശിങ്കിവേരാവിദൂരേ മരുവീടിനാണ്. ശിങ്കിവേരപുരം മുഴുവനും നോക്കി നടത്തുന്നത് ഗുഹനാണ്. ഗുഹൻ വേണ്ട വിധത്തിൽ സീതാലക്ഷ്മണ രാമന്മാരെ സ്വീകരിച്ചു. ശിംശുപവൃക്ഷത്തിൻ്റെ ചോട്ട് സുഖേന അവിടെ അത്യാവശ്യം അവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഭക്ഷണം മുതലായിട്ടത്. രാമായണത്തിൽ കുതിരകൾക്ക് തീറ്റയൊക്കെ കൊടുക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവയ്ക്ക് വേണ്ട പോലെ കൊടുക്കുക, ഞാൻ പുറമേ നിന്നൊന്നും സ്വീകരിക്കില്ല ഈ വനവാസ കാലത്ത് എന്ന് പറഞ്ഞ് എല്ലാ സംഗതികളും ആ കുതിരയെ പോലും ഭഗവാൻ സ്നേഹിച്ചിരുന്നു. ഉടനെ രാമനെ കൊണ്ടേ വിട്ട് വരുമ്പോൾ സീത കുതിരകൾക്ക് കൂടി വഴി തെറ്റി. ഇത്ര അവർക്ക് ഓടിക്കാൻ യാതൊരു ഉത്സാഹവും ഇല്ല. അപ്പോൾ ഭഗവാനുമായിട്ട് ആത്മബന്ധം ഉണ്ടാകാത്ത തുരകങ്ങൾക്ക് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞു. ഞാനൊന്നും സ്വീകരിക്കില്ല, അങ്ങ് തന്നാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ എനിക്കിപ്പോൾ വനവാസ വ്രതത്തിലായതുകൊണ്ടൊന്നും സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഏട്ടന് വേണ്ട വെച്ചാൽ പിന്നെ ഞാൻ എന്തിനാ കഴിക്കണം? ലക്ഷ്മണനും കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട് എന്തോ കഴിച്ചു എന്ന് വരുത്തി. അത്യാവശ്യം അവിടെ കിടന്നു. ഒരു വിധത്തിൽ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായ ഇട്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോട് ഭക്തേവ സത്വരം പക്വമല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു. രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തേവ തണ്ട നമസ്കാരവും ചെയ്തു. പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു ഭക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസവും പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. ധന്യനായേൻ അടിയനിന്നു കേവലം നിർണയം നൈഷാദജന്മവും പാവനം. ഈ രാമസമാഗമത്താൽ എൻ്റെ വംശം തന്നെ പാവനമായി. രാമ, ഇതെല്ലാം അങ്ങയുടേതാണ് രാജ്യം. ഞാൻ കിങ്കരനാണ്. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. അങ്ങാണ് ഇതിനെയൊക്കെ നോക്കി നടത്തേണ്ടതും രക്ഷിക്കേണ്ടതും. എന്തായാലും എന്ത് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ, എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. ഇവിടെ എല്ലാം എനിക്ക് നല്ല സ്വാധീനവും പരിചയവും ആണ്. എന്തായാലും ഈ രാമന് വനവാസം നിശ്ചയിച്ചതായിട്ടുള്ള കൈകേയിയുടെ ആ ചിത്തം വളരെ ക്രൂരൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ലക്ഷ്മണൻ കുറച്ച് കാര്യങ്ങൾ ഗുഹന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ സുഖം എന്നും ദുഃഖം എന്നും പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന് കൊടുക്കണ ഉപദേശമാണല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്. ലക്ഷ്മണൻ ഗുഹന് കൊടുക്കണ കുറച്ച് ഉപദേശങ്ങൾ ഇവിടെ കാണാം. സൗഖ്യം, അതായത്
ആരാണ് സുഖം, ആരാണ് ദുഃഖം? ഇവിടെ പറയുന്നത് പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്ത് ഉറങ്ങേണ്ടതായിട്ടുള്ള ആ രാമന് വനവാസവും പുല്ലും കല്ലും നിശ്ചയിച്ചതായിട്ടുള്ള കൈകേയിയുടെ ചിത്തം ക്രൂരം എന്ന് ഗുഹൻ വളരെയേറെ പരിതപിച്ചു എന്നാണ്. അങ്ങനെ ഉള്ളതിന് മറുപടിയായിട്ടാണ് ലക്ഷ്മണൻ പറയണത്. അതുകൊണ്ട് ഒരാളുടെയും സുഖം കസ്യ ദുഃഖസ്യ വാ കോപിഹേ ദുസ്സഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. നമ്മുടെ സുഖദുഃഖങ്ങൾ മുഴുവൻ നിശ്ചയിക്കുന്നത് നമ്മളാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണോ ലോകം? ഒരിക്കലും മുഴുവനെ അത് നമ്മളല്ല. അതിനെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. മുഴുവൻ നമുക്കിപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്കും കൂടി പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഒരാൾ സുഖം അനുഭവിക്കുന്നത്, ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ വരുന്നത് നേരിടുക എന്നല്ലാണ്ട് വരാതിരിക്കരുത്, അങ്ങനെ വേണം എന്നൊന്നും നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. എത്രയോ പൈസ ഉണ്ടാവും, പക്ഷേ അസുഖങ്ങളാണ് വന്നതെങ്കിലോ ഈ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളും ചിലവാകും 4 ദിവസം കിടന്നാൽ അല്ലേ. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയും. ഒരു പൈസയും സമ്പാദിക്കാത്ത അയാൾ എന്ത് മനുഷ്യനാ? സമ്പാദിച്ചവരുടെ കഥയോ? അതിനാരെയെ കുറ്റം പറയും? ആലോചിച്ചു. ഇനി ആരോഗ്യമുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല, എപ്പോഴും വഴക്കും തമ്മിത്തല്ലുമാണ്. ആരോഗ്യത്തിന് കുഴപ്പമില്ല, പൈസ സമാധാനം ഉണ്ടാവുമോ? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് ഈ ജീവിതം. അത് എല്ലാതും ശരിയായിട്ട് ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല. എല്ലാതും ശരിയായിട്ട് അധിക ശതമാനം ആളുകൾക്കും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുറവ് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സർവ്വലോകങ്ങൾക്കും സുഖദുഃഖ കാരണം പൂർവജന്മാർജിതകർമ്മമത്രേ ഭൂവി. ഇവിടെ പൂർവ്വജന്മകർമ്മമാണ് എന്ന് ചിലർ പറയണു. ചില പറയണു എന്നല്ലാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഉള്ളത് ആണെങ്കിലും നമുക്കത് മാറ്റാൻ പറ്റുമോ? കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മം എങ്ങനെ ഈ ജന്മം മാറ്റുക? അടുത്ത ജന്മത്തെ കർമ്മമേ ഈ ലോകത്ത് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. സുഖദുഃഖങ്ങൾ ദാനം ചെയ്തിന്നാരും മുക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. അവനൊരൊറ്റക്കാരനാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അവളുടെ കഴുത്തിൽ താലി കിട്ടിയ മുതൽക്ക് എൻ്റെ കട്ടകൾ ഇതൊന്നും ഒരർത്ഥമില്ല. അങ്ങനെ ആവാനുള്ള കാരണം എന്താ? ഒരു കാരണം ഉണ്ടാവുമല്ലോ. അവളാണ് നിന്നെ കൂട്ടുക. പക്ഷെ അവളെ പത്നി ആവാൻ എന്താവും കാരണം? മറ്റൊരു കാരണം ഉണ്ടാവും. അത് അവളുടെ കുറ്റമല്ല, ഇയാളുടെ കുറ്റമല്ല. അപ്പോൾ എന്തൊക്കെയോ ഘടകങ്ങൾ നമുക്കറിയാതെ കണ്ട് നടന്നു പോകുന്നു. ഞാൻ ഇതിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസതാരിൽ ഹൃദാഭിമാനേനകൾ. ഞാനാണ് അല്ലെങ്കിൽ അവനാണ് ഇവളാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. മിത്രാരുദാസീന വാംധവദ്വേഷ മധ്യസ്ഥ സുഹൃജനഭേദബുദ്ധിപ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ഒരുപാട് വാക്യങ്ങൾ സംസ്കൃതമായിട്ട് ബന്ധമുള്ളത് ഈ രാമായണത്തിൽ കാണാം. പക്ഷേ സംസ്കൃതത്തിന് അല്ലെ വരെയുള്ള ആളെ ഇരുന്ന് അല്ലാണ്ടിരിക്കില്ലല്ലോ അല്ലേ. ചിത്രമത്രേ നിരൂപിച്ചതാണ് എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. എന്താർത്ഥം? മലയാളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം. യഥാ തഥാ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വിഭാവ്യതേ കർമ്മങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് എത്ര യഥാ തഥാ എവിടെ എവിടെ ഉണ്ടോ അവിടെ എന്തുകൊണ്ടാണ് എന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. എത്ര യഥാ തഥാ എവിടെയുണ്ടോ അവിടെ എന്നർത്ഥം. സുഖദുഃഖം നിജകർമ്മവശകതമൊക്കെ നമ്മുടെ കർമ്മവശങ്ങൾ തന്നെയാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരാളല്ല നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം. യദ്യത്യഥാഗതം തത്ര കാലാന്തരേ. എന്തൊക്കെ തന്നെ വന്നാലും നമ്മൾ വരുന്ന കാര്യങ്ങൾ ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട, ഒക്കെ വിട്ടിരിക്കണം എന്നൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് വല്ലാതെ കിണഞ്ഞ് ആഗ്രഹിക്കും വേണ്ട. വരുന്ന സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും അനുഭവിക്കുക. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അയാളുടെ ജീവിതം തന്നെയാണ് കണ്ടോ എന്നൊന്നും പറയാൻ പോണ്ട. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് താരതമ്യമേ അരുത് എന്നാണ് പറയുക. അത് അവരുടെ രീതി. നമ്മുടെ ജീവിതമാണ് നമുക്ക് ജീവിച്ച് തീർക്കേണ്ടത്. ഈ ഒരു ബോധം നമുക്കുണ്ടാവുക. നിത്യമുൽപ്പന്നം വിധിവിഹിതം മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. കാരണം ബ്രഹ്മാവാദി ചേറുമ്പോളം കർമ്മബദ്ധന്മാരിതെന്നറിഞ്ഞാലും ബ്രഹ്മാവും കർമ്മത്തിന് വശകനാണ്.
ആരും തന്നെ അതിന് അതീതമല്ല. പുണ്യവും പാപവും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യ ജന്മം കിട്ടുന്നത് എന്നാണ്. സുഹൃതം കൂടിയവർക്കൊക്കെ ദൈവജന്മവും അത് എപ്പോഴുള്ളവർക്കൊക്കെ അതിൽ നികൃഷ്ട ജന്മങ്ങളും മനുഷ്യരിലും താഴെയുള്ളതും തുല്യമാവുമ്പോൾ മനുഷ്യജന്മവും ആവുമ്പോൾ ഉറപ്പായില്ലേ സുഖവും ദുഃഖവും നമുക്ക് അനുഭവിക്കണമെന്ന്. ഇത് തുല്യമായിട്ടാണ് നമുക്ക് ജന്മം കിട്ടണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കുറച്ച് സുഖം ഉണ്ടാവും, കുറച്ച് ദുഃഖം ഉണ്ടാവും. അപ്പോൾ ദുഃഖം വരുമ്പോൾ മാത്രം സഹിക്കാൻ വയ്യ, സുഖമൊക്കെ സുഖമായിട്ട് അനുഭവിക്കും വേണം. അതിൽ എന്ത് യുക്തിയാണ് ആലോചിച്ചുള്ളത്? ദുഃഖം വരുമ്പോഴും അനുഭവിക്കണം, സുഖം വരുമ്പോഴും അനുഭവിക്കണം. ഇത് രണ്ടും ഒരുപോലെ കണ്ട് അനുഭവിക്കാനാണ് മനുഷ്യന് വിവേകമുണ്ട്. രണ്ടും ജീവിത സ്വഭാവമാണ്, മാറ്റാൻ പറ്റില്ല എന്ന് രണ്ടിലും സന്തോഷിക്കലധികമാവുമുണ്ടെന്നർത്ഥം. അടുത്ത ദുഃഖം വരെ മാത്രമാണ് ഈ സന്തോഷം, അടുത്ത സന്തോഷം വരെ മാത്രമാണ് ഈ ദുഃഖം. അപ്പം അതിൽ മാറത്തടിക്കാനും പോണ്ട. ദുഃഖമത്തെ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമത്യമായും വരും, രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ട് ജല പങ്കു എന്ന പോലെ സഖേ വെള്ളത്തിലുള്ള ആ ഒരു പങ്കു അഴുക്ക് എന്നോട് കൂടി നിൽക്കുന്നതായിട്ടുള്ള അഴുക്ക് പോലെ സുഖദുഃഖത്തിൽ തീർച്ചയായിട്ടും അല്ലേ, വെള്ളത്തിലെ അഴുക്കും കലപ്പും മാലിന്യവും എങ്ങനെ കൂട്ടിച്ചാലും കുറച്ചുണ്ടാവും. അതേപോലെ ജീവിതത്തിൽ ഇത് രണ്ടും ഉണ്ടാവും. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും രണ്ടിലും സമനില പരിസന്തുഷ്ടാത്മനാമരുന്നു ബുധജനം. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായ വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു. സത്വരം രാഘവൻ നിത്യകർമ്മങ്ങൾ ചെയ്തു അരുളി ചെയ്തു. അവനിരിക്കുക, രാത്രിയാണ് കഴിഞ്ഞു, നേരം പ്രഭാതമായി, തോണി വരുത്തണം. തോണി കയറിയിട്ട് ഗംഗ കടക്കലാണ് അടുത്തതായിട്ടുള്ള രംഗം. സൗമിത്രിണ ജനകാത്മജയാസമം തോണി തുഴയുന്നതും അടിയൻ തന്നെ. ഗുഹൻ പറഞ്ഞു, ഞാൻ തന്നെ തോണി തുഴയാം. അങ്ങനെ തോണിയിലൊക്കെ കയറി സീതയെ കയറ്റി, ലക്ഷ്മണൻ കയറി, എല്ലാവരും കയറി. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ തൻ്റെ പരിവാരങ്ങളെയും ഗുഹൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് നേരം രാമനെ അനുഗമിക്കാമല്ലോ. ആ സമയത്ത് ഗംഗാദേവിയെ ഒന്നങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സീത. ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ. പുണ്യനദിയായിട്ടുള്ള ഗംഗയെ നമസ്കരിച്ചു. ഞാൻ തിരിച്ചു വന്ന് വനവാസം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ബലി പൂജ മുതലായിട്ടുള്ളതെല്ലാം വേണ്ട പോലെ നടത്തിക്കൊള്ളാം. ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. ഗംഗാദേവിക്ക് നല്ല ശക്തിയുണ്ട് എന്നാണ്, വെറും ഒരു നദി മാത്രമല്ലത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു, വനവാസം വിജയകരമായിട്ടും കുഴപ്പം കൂടാതെയും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. വന്നു കഴിഞ്ഞാൽ പൂജിച്ച് ബലി മുതലായിട്ട് നിനക്ക് തന്നുകൊള്ളാം, അതുകൊണ്ട് വിട തരണമെന്നും പറഞ്ഞ് ഗംഗയോട് യാത്രയും പറഞ്ഞ് പിന്നെ നേരെ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്കാണ് പോണത്. അവിടെ അത്യാവശ്യം വേണ്ട ഭക്ഷണത്തിന് വേണ്ടി ചില മൃഗങ്ങളെയൊക്കെ കൊന്ന് ആ സൂര്യൻ ഉദിച്ചതോട് കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ഭരദ്വാജൻ്റെ അടുത്തേക്ക് പോകണം. അപ്പം ശിഷ്യൻ്റെ അടുത്ത് വിവരം പറഞ്ഞയച്ചു. രാമനും ലക്ഷ്മണനും സീതയോട് കൂടി വന്നിട്ടുണ്ട് വനവാസത്തിനായിക്കൊണ്ട് എന്ന് മിനിയോടൊന്ന് പറയണം. ഓ ആവാം എന്നങ്ങനെ പറഞ്ഞ് അവിടെ പോയിട്ട് പറയുകയും ചെയ്തു. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശിതവത്സല പാർത്തിരുന്നിടുന്നു ശുത്വ ഭരദ്വാജനിത്തം സമുത്തായ കത്തേതമാതായ അർഘ്യപാദ്യാദിയും. ഇതിപ്പോൾ മനുഷ്യനൊന്നുമല്ല എന്ന് ഭരദ്വാജന് അറിയാം. അർഘ്യപാദ്യകളെ കൊണ്ട് വേണ്ട പോലെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു, ആജ്ഞാപിച്ചു. വന്നു, നമസ്കരിച്ചു. സർവരോടും ദയാപരനായിരിക്കുന്ന ആ രാമനെ നല്ലപോലെ ഒന്നങ്ങനെ കണ്ടു. ഭരദ്വാജൻ വണങ്ങി. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം തൂകിയിട്ട് പറയണ, പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിതം. അങ്ങ് എന്നെ വന്നിട്ട് നമസ്കരിക്കല്ലോ വേണ്ട, ഞാൻ അങ്ങടല്ലേ നമസ്കരിക്കേണ്ടത്, ഇന്ന ആളാണ് അങ്ങ് എന്നുള്ളത് അല്ലയോ രാമ എനിക്ക് നന്നായിട്ടറിയാം. ഏവമുക്തോട് ചമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. ദയവായിട്ട് എഴുന്നള്ളിയാലും എന്നൊക്കെ പറഞ്ഞ അർഘ്യപാദ്യാദികളെ കൊണ്ട് വേണ്ട പോലെ വിധിച്ചു. അതൊക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം വേണ്ട ആതിഥ്യവും കൊടുത്തു. ആ ഒരു മാർഗം തപസ്സിൻ്റെ മാർഗമാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞ് രാമനെ നമസ്കരിച്ചു. തുടർന്ന് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. കാളിന്തി നദി അവിടുന്ന് കടന്നു. കാളിന്തി നദി അങ്ങനെ കടന്ന് വാൽമീകിയുടെ ആശ്രമത്തിലാണ്. അപ്പോൾ താതാജ്ഞയാവനത്തിന് പുറപ്പെട്ട് സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ. അവർ വാൽമീകിയോടൊക്കെ പറഞ്ഞു. വാൽമീകിയുടെ അടുത്ത് എത്തി.
താമസിക്കാനുള്ള ഒരു സ്ഥലം ആദ്യം കാണിച്ചു തരണം എന്ന് വാൽമീകിയോട് എവിടെ ചെന്നാലും രാമൻ അത് ചോദിക്കേണ്ട എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണ്ടേ, രാത്രിയാണെങ്കിലും തൻ്റെ ദേഹത്തെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ വാൽമീകി എവിടെ പറഞ്ഞു, സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു. ഈ 14 ലോകത്തിലും അങ്ങയുടെ വാസസ്ഥാനമാണ്. അവിടെയൊക്കെ അങ്ങുണ്ട്, അങ്ങ് ഈ ലോകങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു സാധാരണ ലോകം സ്ഥാനം അങ്ങേക്ക് കാണിച്ച് കൊടുക്കുക? അപ്പോൾ അവിടെ ആലങ്കാരികമായിട്ട് എവിടെയൊക്കെയാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയാനുള്ള ഒരവസരമായിട്ട് ഈ ചോദ്യത്തിനെ വാൽമീകി മഹർഷി എടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ജന്തുക്കളിൽ ദോഷഹീനമതികളായ ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം. ആരോടും ശത്രുതയില്ല, ജീവികളെ ഉപദ്രവിക്കാത്ത ഭാവം ഉണ്ടാവുക, സന്തുഷ്ടരായി സമദൃഷ്ടികളായി എല്ലാവരോടും സമഭാവന ഉണ്ടാവുക, ഭക്തിയോട് കൂടിയിട്ട് അങ്ങേ ഭജിക്കണവരെവിടെയുള്ള വെച്ചാൽ അവിടെ ആ മനസ്സിൽ സർവേശ്വര അങ്ങേക്ക് ഇരിക്കാം. നിർദ്വന്ദ്വരായി സുഖദുഃഖങ്ങൾ, ചൂട്, തണുപ്പ് ഇവയൊക്കെ സഹിക്കുന്ന നിർദ്വന്ദ്വരായിട്ടുള്ള സജ്ജനങ്ങളിലും അവരുടെ മനസ്സിൽ അങ്ങേക്ക് വഹിക്കാം. ശാന്തന്മാരാവുക, അഹങ്കാരം ഇല്ലാത്തവരാവുക, രാഗദ്വേഷാദികൾ ഇല്ലാത്തവരാവുക. അങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാ കർമ്മങ്ങളും സമർപ്പിച്ച് ചെയ്യുന്നവരുടെ മനസ്സിലും രാമ അങ്ങേക്ക് വസിക്കാം. ഇഷ്ടം കിട്ടിയിട്ട് സന്തോഷിക്കുകയോ അനിഷ്ടം ഉണ്ടായിട്ട് സന്തോഷിക്കാതിരിക്കുകയോ ചെയ്യുന്നവരുടെ മനസ്സിൽ സുഖമായ മന്ദിരം, ദിവ്യമനസ്തവവാസായ മന്ദിരം, തമുറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. അവിടെയാണല്ലോ രാമ എപ്പോഴും അങ്ങുണ്ടാവുക. കൊണ്ട് സന്തതം ത്വന്നാമമന്ത്ര ജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. തുടർന്ന് തൻ്റെ ആത്മകഥ പറയുന്നതായിട്ട് നമുക്ക് ഈ രാമായണത്തിൽ കാണുന്നു. ഇതാ ഈ രാമായണത്തിലെന്ന് പറഞ്ഞത്, വാൽമീകി രാമായണത്തിൽ കാട്ടാളനായ വാൽമീകിയില്ല. പിടിച്ചു പറിച്ച് ദ്രോഹിച്ച് പിന്നീട് സനകാദികൾ രാമനാമം ജപിക്കാൻ പറഞ്ഞ വാൽമീകി ഇല്ല. അതിന് വാൽമീകി തപസ്യയായിട്ട് ആദ്യം മുതലേ അങ്ങനെയുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. അത് കുഴപ്പമില്ല, കാരണം രാമനാമത്തിൻ്റെ മഹത്വം കാണിക്കുന്ന ഒരു കഥ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു വാൽമീകി രാമായണത്തിലെ ഒറിജിനൽ കഥയിൽ അതില്ല, രത്നാകരൻ്റെ കഥയില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു, വളരെയേറെ ജനങ്ങളെ ദ്രോഹിച്ച് ജന്തുക്കളെ ചതിച്ചു കൊന്ന് പലതരത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്ത് ഞാൻ കഴിഞ്ഞുകൂടുമ്പോൾ സൂര്യ തേജസ്സിയോട് കൂടിയിട്ടുള്ള മാർത്താണ്ഡ തേജസ്സിനോടൊത്തിട്ടുള്ള ആ ഋഷികൾ എൻ്റെ അടുത്ത് വന്നു. ഇതേപോലെ അവരിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ ഒരു കാര്യം അവർ ചോദിച്ചു, ഇങ്ങനെ കുടുംബം പോറ്റുന്നതായിട്ട് ആ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽബലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? ഈ ഓരോരോ ആളെ ദ്രോഹിക്കുമ്പോഴും പിടിച്ചു പറിക്കുമ്പോഴും അതിന് പാപമുണ്ട്, അത് നിങ്ങളും കൂടിയും ഏറ്റെടുക്കുമോ? നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അവരുടെ വാക്കുകൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, രാമ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. കർത്താവൊഴിഞ്ഞു മറ്റൊരാ ഭജിക്കുമോ എന്നാണ്. കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? അതെന്തായാലും എന്തിൻ്റെ കാര്യത്തിനായാലും എന്ത് ന്യായീകരണത്തിനായാലും അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ കഴിയുണ്ടെങ്കിലും ആ അതിൻ്റെ പാപം ഞങ്ങൾ അനുഭവിക്കില്ല. അങ്ങനെ ഒരു നിയമമില്ല എന്ന് അവർ പറഞ്ഞു. അവരെ നമസ്കരിച്ചു. മാർത്താണ്ഡരു തേജസ്വികളാണ് അവർ, കോടി സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള അവരെ നമസ്കരിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്താണ് പ്രായശ്ചിത്തം? ഉത്തിഷ്ട ഭദ്രം ഉത്തിഷ്ടത്തെ സന്തതം സ്വസ്യത്വചിത്ത ശുദ്ധി സദൈവാർത്തുമേ സദ്യ ബലം വരും സജ്ജനസംഗമ വിദ്വജ്ജനാനാം മഗതാമേതാദൃശം. കുറച്ചൊരു സജ്ജനസംഘങ്ങളുമായിട്ടൊരു ബന്ധം, സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടായതാ ഇങ്ങനെയാണ് അതിൻ്റെ ബലം. ഇനി മുതൽക്ക് അങ്ങയുടെ നല്ല കാലമാണ്, സുവർണകാലമാണ്. എല്ലാ ചരിത്രത്തിലും അങ്ങ് ലിപിയുള്ള വാൽമീകി മഹർഷിയായിട്ട് പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? നിത്യം മരാമരേത്തേവൻ ജപിക്കുക. നീ മന്ത്രങ്ങൾ തിരിച്ചിട്ടാൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ ശക്തി പോവില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? രാമൻ എന്ന് ജപിക്കാൻ ഈ പാപജന്മങ്ങളുള്ളവർക്ക് സാധിക്കില്ല. കലിയുഗത്തിൽ പലപ്പോഴും അതിനെ വിരോധാഭാസമായിട്ട് പറഞ്ഞു കൊടുത്താൽ അത്രയും ചിലർ ചെല്ലുക, നേരെ പറഞ്ഞാൽ ചെല്ലില്ല. ഇത് കലിയുഗത്തിൻ്റെ ദോഷമാണ്. എന്തെങ്കിലും ഒരു വികടം പറഞ്ഞാലും ഇടയ്ക്ക് ചെയ്തു എന്നും വരും. നമ്മുടെ ചെനക്കത്തൂർ കാവിൽ എപ്പോഴും ഞങ്ങൾ പറയും അയ്യയ്യോ എന്ന് പറയും. പൂഴ മുളയിട്ട പറയുന്നുണ്ട് ഇല്ലേ?
അയ്യോ എന്ന് ആൾക്കാർ പറയുന്നത് കേൾക്കാം. അതുകൊണ്ടെങ്കിൽ ആളുകളെ പേടിപ്പെടുത്താലോ വിചാരിച്ച ചില സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ ഇതെന്താണ് പറയുന്നത്? ഐം എന്നും ഓം എന്നും മന്ത്രം ജപിക്കുക, അങ്ങനെയെങ്കിലും പാപികൾ ചെല്ലട്ടെ വെച്ചിട്ട് ഏതോ ഒരു ബുദ്ധിമാൻ വെച്ച ഒരു ആചാരമാണെന്നാണ്. അയ്യോ എന്ന് പറഞ്ഞാൽ അന്ന് ആരോടൊന്നും പറയരുത്. ഐം ഓം ചെല്ലിക്കോളൂ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെല്ലുമോ? അപ്പോൾ എത്ര ആൾ പറഞ്ഞു ഇവിടെ? അയിമ്പോന്നൊന്നും ആരും ചെല്ലണില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ മന്ത്രമായി മാറിക്കോളും. അതുപോലെയാണ് ഇവിടെ ഈ രാമമന്ത്രം. പാപശക്തി കൊണ്ട് രാമൻ ജയിക്കാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും ഇന്നത്തെ കാലത്ത്, ഇല്ലേ? പക്ഷേ മരാ എന്ന് ജപിച്ചേക്കാൻ പറഞ്ഞപ്പോൾ ആ മര ഈ മര എന്ന് മരമുള്ള അതൊക്കെ തന്നെ കാട്ടിൽ കാണുന്നുള്ളൂ. അത് കുറേ കഴിയുമ്പോൾ രാമമന്ത്രമായിട്ടിതാ ഞാൻ ഇപ്രകാരം ആയിത്തീർന്നതാണ് രാമ, അങ്ങയുടെ നാമത്തിൻ്റെ മന്ത്രം ഇതാ ഞാൻ തന്നെ ഉദാഹരണം എന്ന് വാൽമീകി തൻ്റെ ആത്മകഥയിൽ കൂടിയിട്ട് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം സീതയോടുകൂടി വസിക്കാനുള്ള സ്ഥലം പറഞ്ഞു, ചിത്രകൂടത്തിൽ. അങ്ങനെ പഞ്ചവടി, ചിത്രകൂടം മുതലായ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വസിക്കാം എന്നും പറഞ്ഞ് സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ ചെന്നാലും എഴുന്നള്ളിനാനന്ദികേ ചിത്രകൂടാചല ഗംഗയോരന്തല. ഈ ഗംഗ കടന്നിട്ട് അപ്പുറത്ത് ചിത്രകൂട പർവ്വതമുണ്ട്, അവിടെ സുഖമായിട്ട് അങ്ങേക്ക് വസിക്കാം. നല്ല വൃക്ഷങ്ങൾ, നല്ല പക്ഷികൾ, അതുപോലെ തന്നെ ഗംഗാനദി, താമരപ്പൂ മുതലായിട്ട് അത്ഭുതകരമായിട്ടുള്ള മനസ്സിനും കണ്ണിനും ആനന്ദം തരുന്ന പലതും അവിടെ ഉണ്ട് എന്നങ്ങനെ പറഞ്ഞ് ആ ചിത്രകൂടത്തിൽ അങ്ങനെ വസിക്കുകയാണ്. സീതാരാമ ലക്ഷ്മണന്മാർ ആശ്രമമൊക്കെ തീർത്ത് അവിടെ വസിക്കുകയാണ്. അപ്പോഴാണ് ദശരഥൻ തൻ്റെ പൂർവ്വജന്മത്തെ ഓർക്കണു. പുത്രദുഃഖത്താൽ തനിക്ക് മരിക്കാനുണ്ടായിട്ടുള്ള ആ ശാപവൃത്താന്തമൊക്കെയാണ് ഇനി നമുക്ക് സ്മരിക്കാനുള്ളത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേദരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ ശ്രീതായ പദയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.